ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ രഞ്ജിത്തിനെതിരെ പടയൊരുക്കം. രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ട് അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു. 9 അംഗങ്ങൾ പ്രത്യേക യോഗം ചേർന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. അതേസമയം ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ച തീരുമാനങ്ങൾ താൻ ഒറ്റയ്ക്കല്ല എടുക്കുന്നതെന്ന് അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. സർക്കാർ ആവശ്യപ്പെട്ടാൽ സ്ഥാനമൊഴിയും. താൻ യോഗ്യനാണോ അല്ലയോ എന്ന് സാംസ്കാരിക വകുപ്പും സർക്കാരും പറയട്ടെ എന്നാണ് രഞ്ജിത്തിന്റെ നിലപാട്. ഇവിടെ രഞ്ജിത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തീരുമാനിക്കുകയാണോ എന്ന് മറ്റുള്ളവരോടും ചോദിക്കാം. അവർക്കും ഒരു മറുപടി ഉണ്ടാവില്ലേ? അപ്പോൾ അവരെല്ലാവരും പറയണം, അതെ, ഞങ്ങളെല്ലാവരും വെറുപ്പ് മുട്ടുകയാണ് ഇയാളുടെ തീരുമാനത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം സർക്കാരിനത് ബോധ്യപ്പെടും. സർക്കാർ പറയും, നിങ്ങൾ തുടരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. പരാതി തീർച്ചയായും മന്ത്രി പരിശോധിക്കും. എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ യാത്രയിലാണല്ലോ അവരെല്ലാവരും. അവർ തിരിച്ചെത്തിയിട്ട് പരാതി പരിശോധിക്കും. അതിന് വളരെയധികം പ്രാധാന്യം അവർക്ക് ബോധിച്ചെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാനുമായിട്ട് അവർ സംസാരിക്കും. എന്നിട്ട് സാംസ്കാരിക വകുപ്പും സർക്കാരും പറയുകയാണ്, നിങ്ങൾ തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ല, യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം പടിയിറങ്ങാനുള്ള മനസ്സും എനിക്കുണ്ട്. ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ഹരി, ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്ത് ഇപ്പോൾ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പ്രതിഷേധമുണ്ടാകുന്നുണ്ട് രഞ്ജിത്തിനെതിരെ. എന്താണ് ഇപ്പോൾ ഈ അക്കാദമിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാംസ്കാരിക വകുപ്പ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഗോപികൃഷ്ണൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡോക്ടർ ബിജുവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, അതായത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ അദൃശ്യജാലകങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് മേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ്, അതിൽ ആള് കയറുന്നില്ല എന്ന തരത്തിലൊരു പരാമർശം രഞ്ജിത്ത് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർന്നു വന്നത്. ഇത് സാംസ്കാരിക വകുപ്പും സാംസ്കാരിക മന്ത്രിയും ഇതിൽ ഇടപെട്ടിരുന്നു. CPM തന്നെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ വിമത നീക്കവുമായി അക്കാദമി അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ വിമത നീക്കം, ഈ ചലച്ചിത്രമേള നടക്കുകയാണ്. ഈ ചലച്ചിത്രമേളയ്ക്ക് ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അതിനിടയ്ക്ക് ഇത്തരത്തിലൊരു അക്കാദമി അംഗങ്ങളിൽ ചിലർ യോഗം നടത്തുന്നു, സമാന്തര യോഗം നടത്തുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ നീക്കണമെന്നാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു. ഇതിനാണ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്, പ്രതികരണം നൽകിയിരിക്കുന്നത്. അതായത് താൻ ഒറ്റയ്ക്ക് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല, അങ്ങനെയുണ്ടെങ്കിൽ അത് പരിശോധിക്കാം, അക്കാദമിയോട് അത് ചോദിക്കാം, അക്കാദമിയും സാംസ്കാരിക വകുപ്പും ചേർന്നാണ് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ്. സാംസ്കാരിക മന്ത്രിക്ക് ഏതായാലും പരാതി നൽകിയിട്ടുണ്ടല്ലോ, ആ പരാതി പരിശോധിക്കട്ടെ. ഈ പരിശോധിച്ചതിന് ശേഷം താൻ അത്തരത്തിൽ യോഗ്യനല്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ പടിയിറങ്ങാൻ താൻ തയ്യാറാണ് എന്ന തരത്തിലാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സാംസ്കാരിക വകുപ്പിനും ഇത്തരത്തിൽ സർക്കാരിനും ഇത്തരത്തിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപികൃഷ്ണൻ, ശരി. ചലച്ചിത്ര അക്കാദമിയിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ വിവാദം, അക്കാദമി അധ്യക്ഷനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം, സാംസ്കാരിക വകുപ്പ് സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും നടപടികളിലേക്ക് കടക്കാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഹരികൃഷ്ണന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചെറിയ ഇടവേള.